ആദി സിറിയയിലെ പച്ചമനുഷ്യരെയോർത്താണ്. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. സിറിയയിൽ ആര് ഭരിക്കും? ബശാർ അൽ അസദ് വീഴുമോ? വിമതര് അധികാരം പൂർണ്ണമായി പിടിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളല്ല മനുഷ്യസ്നേഹികൾക്ക് മുമ്പിലുള്ളത്. മറിച്ച് മനുഷ്യർക്ക് പാർക്കാനാകാത്ത ഇടമായി മഹത്തായ പാരമ്പര്യമുള്ള ഈ രാജ്യം മാറുന്നുവെന്നതിലാണ് ആദി. സിറിയയിൽ നിന്ന് വീണ്ടും രക്തച്ചൊരിച്ചിലിന്റെയും പിടിച്ചെടുക്കലുകളുടെയും വാർത്തകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറന് നഗരമായ അലപ്പോയിലെ വിമത സൈന്യം ആധിപത്യമുറപ്പിക്കുകയും സർക്കാർ സൈന്യം അവിടെ നിന്ന് പിൻവാങ്ങുകയും ചെയ്തുവെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ഔദ്യോഗിക സൈന്യത്തിന്റെ പിന്മാറ്റം താത്കാലികം മാത്രമാണ്. കൂടുതൽ ഏറ്റുമുട്ടലിന് പ്രദേശം ഇരയാകും. ഒപ്പം നിരപരാധികളായ നിരവധി മനുഷ്യര് മരിച്ചു വീഴുകയും ചെയ്യും. പതിനായിരങ്ങൾ അഭയാർത്ഥികളായി അലയും. ലോകത്താകെ അതിർത്തികള് സമ്പൂർണ്ണമായി അടച്ച കുടിയേറ്റം തടയുകയെന്ന മനുഷ്യത്വവിരുദ്ധ രാഷ്ട്രീയം മേൽക്കൈ നേടുമ്പോൾ ഈ മനുഷ്യര് പോകാനിടമില്ലാതെ യുദ്ധഭൂമിയില് തന്നെ ഒടുങ്ങും. സിറിയയിൽ ആര് ഭരിക്കും? ബശാർ അൽ അസദ് വീഴുമോ? വിമതര് അധികാരം പൂർണ്ണമായി പിടിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളല്ല മനുഷ്യസ്നേഹികൾക്ക് മുമ്പിലുള്ളത്. മറിച്ച് മനുഷ്യർക്ക് പാർക്കാനാകാത്ത ഇടമായി മഹത്തായ പാരമ്പര്യമുള്ള ഈ രാജ്യം മാറുന്നുവെന്നതിലാണ് ആദി. 1.5 പതിറ്റാണ്ട് പിന്നിട്ട സിറിയന് സംഘർഷം മരണവും അംഗഭംഗവും വേദനയും അഭയാർത്ഥി പ്രവാഹവും മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. സിറിയയിൽ ആഭ്യന്തര സംഘർഷം തുടരുന്നുവെന്നാണ് ആഗോള മാധ്യമങ്ങളുടെ ആഖ്യാനം. സത്യത്തിൽ ഇതൊരു ആഭ്യന്തര സംഘർഷമല്ല. തുടങ്ങിയതും വളർന്നതും ഇപ്പോൾ എത്തിനിൽക്കുന്നതുമായ എല്ലാ ദശാസന്ധികളിലും പുറത്തുനിന്നുള്ളവരുണ്ടായിരുന്നു. അവരുടെ താത്പര്യങ്ങളാണ് സിറിയയിലും ഏറ്റുമുട്ടിയത്. ഇസ്ലാമിസ്റ്റ് ഹയാത്ത് തഹ്രീർ അൽഷാം എന്ന വിമത സായുധ ഗ്രൂപ്പാണ് അലപ്പോ നഗരം പിടിച്ചെടുത്തത്. 2020 ശേഷം ഇവരുടെ സായുധ നീക്കം അത്ര സജീവമായിരുന്നില്ല. 8 വർഷം മുമ്പ് റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയോടെ സിറിയന് സൈന്യം വിമതരെ തുരത്തിയിരുന്നു. പിന്നീട് പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലായിരുന്നു പ്രദേശം. ഇത്തവണത്തെ വിമത മുന്നേറ്റത്തില് തുർക്കിയുടെ പിന്തുണയുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. വിമത ആക്രമണം സിറിയയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് റഷ്യ കണക്കാക്കുന്നതെന്ന് ക്രെംലിന് വക്താവ് ദിമിത്രി പെസ്കോവ് പറയുന്നു. എന്നാൽ വിമത ആക്രമണത്തിനു പിന്നില് അമേരിക്കയും ഇസ്രായേലുമാണെന്ന് ഇറാന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ആരോപിക്കുന്നു. അലപ്പോ നഗരത്തിന്റെ പിടിച്ചെടുക്കലും സൈനിക പിന്മാറ്റവും തുറന്നുള്ള പ്രതികരണങ്ങളും പരിശോധിച്ചാല് സിറിയയിലെ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമാകും. ബശാർ അൽ അസദിനെ അധികാരത്തില് താങ്ങിനിർത്താന് റഷ്യയും ഇറാനും ഒരു ഭാഗത്ത്. എങ്ങനെയും അസദിനെ സ്ഥാനഭ്രഷ്ടനാക്കാന് അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും മറുഭാഗത്ത്. പലതരം കാരണങ്ങളുണ്ടാക്കി ഈ രണ്ട് വിഭാഗവും ഏറ്റുമുട്ടും. ചിലപ്പോൾ അസദിന്റെ സൈന്യം രാസായുധം പ്രയോഗിച്ചുവെന്നതാകും അമേരിക്കന് വ്യോമാക്രമണത്തിന്റെ കാരണം. മറ്റു ചിലപ്പോൾ വിമതർക്കിടയിലെ ഇസ്ലാം തീവ്രവാദികൾ നുഴഞ്ഞു കയറിയെന്നതാകും കാരണം. ബശാർ അൽ അസദ് സ്വന്തം ജനതയ്ക്ക് മേലെ നടത്തുന്ന ആക്രമണം, റഷ്യന് ആക്രമണം, അമേരിക്കയുടെ നേതൃത്വത്തില് പാശ്ചാത്യ ശക്തികളുടെ സംയുക്ത ആക്രമണം, വിമത ഗ്രൂപ്പുകളുടെ ആയുധപ്രയോഗങ്ങൾ വേറെ. തുർക്കിയുടെ വകയും ആക്രമണം. എല്ലാ ദുരന്തങ്ങളും വന്നു പതിക്കുന്നത് സിറിയന് ജനതയ്ക്ക് മേല്. 2011 സിറിയയില് പ്രക്ഷോഭം തുടങ്ങുന്നത്. തൊട്ടുമുമ്പത്തെ 2 വർഷം രാജ്യം കടന്നുപോയ കടുത്ത വരൾച്ച സമ്പദ്വ്യവസ്ഥയെ താറുമാറാക്കിയിരുന്നു. ഗ്രാമങ്ങളില് നിന്ന് നഗരങ്ങളിലേക്കുള്ള വ്യാപക കുടിയേറ്റം നഗരപ്രദേശങ്ങളിലെ ക്രമസമാധാന പ്രശ്നങ്ങള് നിത്യസംഭവമാക്കി മാറ്റി. ഈ പ്രശ്നങ്ങളോട് അസദ് ഭരണകൂടം ക്രൂരമായാണ് പ്രതികരിച്ചത്. നിരവധി പേരെ അറസ്റ്റ് ചെയ്തു, പീഡിപ്പിച്ചു. സ്വാഭാവികമായും ഇത് യുവാക്കളില് വലിയ അമർഷമുണ്ടാക്കി. അവര് തെരുവിലിറങ്ങി. ആ ഘട്ടത്തില് അത് നിരായുധമായ പ്രക്ഷോഭം തന്നെയായിരുന്നു. മുല്ലപ്പൂ വിപ്ലവത്തിന്റെ കണക്കിലെഴുതിയ പ്രക്ഷോഭം. ബശാർ അൽ അസദിന്റെ പിതാവ് ഹാഫിസ് അൽ അസദ് തന്റെ ഭരണകാലത്ത് ഹമയിൽ ഉയർന്നുവന്ന ഇത്തരമൊരു പ്രക്ഷോഭത്തെ കൂട്ടക്കൊല നടത്തിയാണ് അടിച്ചമർത്തിയിരുന്നത്. സിറിയന് ബ്രദർഹുഡായിരുന്നു അന്ന് പ്രക്ഷോഭത്തിന്റെ നേതൃനിരയില്. ജൂനിയർ അസദും ഇതേ ക്രൗര്യം പുറത്തെടുക്കുമെന്ന് വ്യാപക പ്രചാരണമുണ്ടായി. അതോടെ അസദിന്റെ സൈന്യത്തില് നിന്ന് പുറത്തു കടന്ന ചിലര് ചേർന്ന് ഫ്രീ സിറിയൻ ആർമിയുണ്ടാക്കി. ഇതിനോട് ചേർന്ന് ഏതാനും സൽഫി ഗ്രൂപ്പുകളും രംഗത്ത് വന്നു. അതോടെ സായുധ ഏറ്റുമുട്ടലായി കലാശിച്ചു. അസദിന്റെ സൈന്യത്തിന് മുന്നില് പലതട്ടില് നിൽക്കുന്ന ഈ ചെറു സംഘങ്ങളൊന്നുമായിരുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്ന സൈനിക ദൌത്യം മാത്രം. ഇവിടെയാണ് നിർണായകമായ വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ മാറിയത്. അസദ് വിരുദ്ധ ഗ്രൂപ്പുകൾക്കെല്ലാം എവിടെ നിന്നൊക്കെയോ ആയുധം കിട്ടാന് തുടങ്ങി. സൈന്യത്തെ വെല്ലുവിളിക്കാവുന്ന നിലയിലേക്ക് അവ വളർന്നു. അമേരിക്ക കൃത്യമായി അസദ് വിരുദ്ധ ചേരിയില് നിലയുറപ്പിച്ചു. അലവൈറ്റ് ഷിയ ആയ അസദിനെ സഹായിക്കാന് ഇറാനും ലബനാനും ഇറങ്ങിയതോടെ സ്ഥിതി സങ്കീർണമായി. തങ്ങളുമായി അതിർത്തി പങ്കിടുകയും അതിർത്തി തർക്കം നിലനിൽക്കുകയും ചെയ്യുന്ന സിറിയയില് ഇറാന് സ്വാധീനം ചെലുത്തുന്നത് കണ്ട ഇസ്രായേലും ഇറങ്ങിക്കളത്തില്. ജൂതരാഷ്ട്രത്തിന്റെ സൈനിക ശക്തിയും അസദ് വിരുദ്ധരെയാണ് ശക്തിപ്പെടുത്തിയത്. 2014 ആകുമ്പോഴേക്കും ഇസ്ലാം തീവ്രവാദികൾ കൂടി സിറിയയില് പിടിമുറുക്കി. അമേരിക്കന് ഇടപെടലിന് ഇത് ന്യായീകരണമായി. സംയുക്ത ഇസ്ലാം വിരുദ്ധ നീക്കം തുടങ്ങി. ഈ പഴുതിലൂടെ റഷ്യയും രംഗപ്രവേശം ചെയ്തു. അമേരിക്ക റഷ്യ നിഴല് യുദ്ധമായി സിറിയന് ആഭ്യന്തര സംഘർഷം മാറുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇന്ന് കാണുന്ന സംഘർഷവും. അതുകൊണ്ട് വാനശക്തികളെ ഈ നിഴലയുദ്ധം അവസാനിപ്പിക്കണം. സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്നതിന് പകരം വിശ്വാസത്തിലെടുക്കാൻ അസദ് തയ്യാറാകണം. സിറിയയിലെ മനുഷ്യരെ നിതാന്തമായ അഭയാർത്ഥിത്വത്തിലേക്ക് തള്ളിവിടുന്ന ആയുധക്കച്ചവടക്കാരെ ഒറ്റപ്പെടുത്തണം.